ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. കാണുമ്പോൾ ചിക്കൻ റോള് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ചിക്കൻ റോള് പോലെയല്ല. നമ്മൾ സവോളയും ഒന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ മൈദയോ ഒന്നും കുഴച്ചിട്ട് പൊടിയൊന്നും കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനാവശ്യത്തിനുള്ള ചിക്കൻ ഇവിടെ ഉപ്പ് ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വേണ്ട കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 കിഴങ്ങാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു ക്യാബേജോ ക്യാരറ്റോ അങ്ങനെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സവോള മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ചിക്കനിലും കിഴങ്ങിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് അതിനാവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലപ്പൊടികളും ചിക്കനും കിഴങ്ങും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്നവരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടി ഇവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഓരോ ബ്രെഡും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് ശക്തിയിൽ പരത്തരുത്, ബ്രെഡ് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ എത്രയാണ് ആവശ്യമുള്ളത് അത്രയും പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് 3 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും അത്യാവശ്യം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഈ ഒരു ബ്രെഡിനുള്ളിൽ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച് നിന്നോളും. ഇനി ഇതിൻ്റെ 2 സൈഡിലും ഒന്ന് നന്നായിട്ട് തന്നെ ലോക്കാവുന്ന രീതിയിൽ ഫില്ലിങ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മുട്ട മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 2 സൈഡ് ഫില്ലിങ് കാണുന്ന ആ ഒരു 2 ഭാഗം ഡബിൾ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് മുട്ട മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ പൊട്ടിപ്പോവാനും ഫില്ലിങ് പുറത്ത് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്ത ശേഷം നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് ക്രിസ്പി ആവുന്ന അത്രയും സമയം മതി. ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, വേവിച്ചെടുക്കാനൊന്നുമില്ല. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.